വാഴയിലയുടെ ഈ അത്ഭുത ഗുണങ്ങൾ നിങ്ങൾക്കറിയാവോ? വാഴയില നിസ്സാരക്കാരനല്ല. നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ കാണപ്പെടുന്ന വാഴയില അത്ര നിസ്സാരക്കാരനല്ല എന്ന് എത്ര പേർക്കറിയാം? ആദ്യമായി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി ഇടാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാഴയില പണ്ട് കാലത്ത് ശരീരം തേച്ച് കുളിക്കാൻ ഉപയോഗിക്കുമായിരുന്നു. ചൂടുകാലത്തുണ്ടാകുന്ന ചെറിയ കുരുക്കൾ മാറാൻ ഈ വാഴയില ഉരച്ച് ശരീരം തേക്കുന്നത് വളരെ നല്ലതാണ്. പഴമക്കാർ പറഞ്ഞിട്ടുള്ള അറിവുകളാണ്. പഴമക്കാരുടെ ചർമ്മ രഹസ്യം ഇതാണ്. പണ്ട് ഒത്തിരി ആൾക്കാർ ഈ ചകിരി ഈ വാഴയില തേച്ച് ശരീരം കുളിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് ചൂടുകുരുക്കളെല്ലാം മാറാൻ വളരെ ഉപയോഗമായിരുന്നു. ഭക്ഷണത്തിന് കൂടുതൽ ഒരു മണവും രുചിയും ലഭിക്കാനും ഈ വാഴയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. വാഴയിലയുടെ നീര് വെള്ളത്തിലൊഴിച്ച് കുളിച്ചാലും ശരീരത്തുണ്ടാകുന്ന ചെറിയ ചൂടുകുരുക്കൾ മാറും എന്ന് പറയപ്പെടുന്നു. വാഴയില ചർമ്മത്തിന് വളരെ നല്ലതാണ്. വാഴയിലയുടെ സത്ത് ക്യാപ്സൂൾ രൂപത്തിലും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തോരൻ വെച്ച് കഴിച്ചാൽ വയറ്റിലെ അഴുക്ക്, അതായത് മുടിയോ എന്തെങ്കിലും അഴുക്കുകൾ പോയിട്ടുണ്ടെങ്കിൽ അത് തോരൻ വെച്ച് കഴിച്ചാൽ അത് പോകുമെന്നാണ് പഴമക്കാർ പറഞ്ഞു തന്നിട്ടുള്ളത്. വാഴയില കൊണ്ട് പൊതിച്ചോറ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ്. വാഴയില അട ഉണ്ടാക്കാറുണ്ട്. പണ്ടൊക്കെ കല്യാണ വീടുകളിൽ കറികൾ അടച്ചു വെക്കാനും വാഴയില ഉപയോഗിക്കാറുണ്ട്. വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചൂടുള്ള ഭക്ഷണങ്ങൾ വാഴയിലയിൽ ഇട്ട് കഴിക്കുമ്പോൾ ആ വാഴയിലയുടെ ഗുണങ്ങൾ അതിൽ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത് രക്തം ശുദ്ധീകരിക്കാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നു. മുടിക്ക് നിറം കുറവുള്ളവർ വാഴയിലയിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നത് മുടിയുടെ കറുപ്പ് നിറം വർദ്ധിക്കാൻ ഇടവരുത്തും എന്ന് പറയപ്പെടുന്നു. ഗ്രീൻ ടീയിൽ കാണപ്പെടുന്ന പോളിഫിനോൾസ് വാഴയിലയുണ്ട്. വാഴയിലയിൽ ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു വെച്ചാൽ അവ പെട്ടെന്ന് കേടാകില്ലെന്നും പറയപ്പെടുന്നു. ചർമ്മരോഗത്തിന് വാഴയില നീര് നല്ലതാണ്. ചൂട് ഭക്ഷണ സാധനങ്ങൾ വാഴയിലയിൽ പൊതിഞ്ഞ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ നിസ്സാരമെന്ന് കരുതിയ വാഴയിലയിൽ ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. വാഴയില എടുക്കുമ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ ശ്രമിക്കണേ. വാഴയില കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങളും വളരെ ഗുണകരമാണ്. രക്തക്കുറവിന് വാഴയിലയിൽ ഉണ്ടാക്കുന്ന അട പതിവായി കഴിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. വാഴയിലയിൽ വിളമ്പുന്ന ഭക്ഷണം ദഹനത്തെ സഹായിക്കുന്നതായും ആയുർവേദ വിദഗ്ധർ പറയപ്പെടുന്നു. ശരീരത്തിലെ വിഷാംശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ വാഴയിലയിൽ ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. പിന്നെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ സദ്യയും പൊതിച്ചോറും ഇല്ലാതെ കേരളം പൂർണ്ണമാകില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.